ഉച്ചയ്ക്ക് NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യാശ്രമം നടത്തി. പത്മജയെ ബത്തേരി വിനായക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് എത്തി മൊഴിയെടുത്തിട്ടുണ്ട്. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, പത്മജ ശക്തമായ പ്രതികരണം അല്പം മുമ്പ് നടത്തിയതാണ്. ഇപ്പോൾ ആത്മഹത്യാശ്രമം എന്നുള്ള വാർത്തയാണ്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, അതായത് പത്മജ ഇപ്പോൾ ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് അവരിപ്പോൾ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ആരോഗ്യനിലയിൽ വലിയ കുഴപ്പമില്ല, എന്നാൽ കുറച്ച് രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവർ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആവശ്യത്തിനായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് അവർക്ക് 3 ചെറിയ മക്കളാണ്. മക്കളോട് സുഖമില്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറിയതാണ്. ശേഷം ഒരുപാട് നേരമായിട്ടും കാണാതായതോടുകൂടി മക്കൾ വിളിച്ചു നോക്കിയപ്പോഴാണ് ഇവർ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുന്നത് കണ്ടതെന്നാണ് ചെറിയ മകൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ശേഷം ഈ ബ്യൂട്ടി പാർലറിലെ ജോലിക്കാരെത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ വിനായക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ വലിയ കുഴപ്പമില്ല എന്നാണ് അറിയുന്നത്. സാനിയോ മനോമി വിവരങ്ങൾ നൽകിയത്. സാനിയോ, ഇപ്പോൾ നേരത്തെ അതിശക്തമായി പ്രതികരിക്കുമ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പത്മജ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷമാണോ ഇനി തീരുമാനം വരിക എന്ന്. അതിനുശേഷമാണ് ഈ ആത്മഹത്യാശ്രമം നടന്നിരിക്കുന്നത്. ഇത് വീട്ടിൽ വെച്ചാണോ സംഭവം? ആരെങ്കിലും അടുത്തുണ്ടായിരുന്നു? എന്താണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്? അതായത് സ്മൃതി, ഇവർക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ, അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. അവർക്ക് ആകെ ഉള്ളത് അവർ ജോലി ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലർ, അതായത് അവരുടെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരും പിന്നീട് 3 ചെറിയ മക്കളും, 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 4 വയസ്സുമുള്ള ചെറിയ മക്കളുമാണ്. അവർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഈ ആത്മഹത്യാശ്രമം നടക്കുന്ന സമയത്ത്. മകനാണ് നമ്മളെ ഈ വിഷയം അറിയിച്ചത്. ഏതായാലും പിന്നീട് ഇവർ ഇന്ന് രാവിലെ നമ്മുടെ നമ്മുടെ വാർത്തയിലടക്കം വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അതൊക്കെ നടത്തിയിരുന്നു. ഞങ്ങൾ മരിച്ചതിന് ശേഷമാണോ ഞങ്ങൾക്ക് നീതി കിട്ടുക എന്നതടക്കം അവർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. KPCC ഓഫീസിന് മുൻപിൽ സമരമിരിക്കുമെന്നവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആണ് തങ്ങളുടെ ജീവിതം തകർത്തത് എന്നൊക്കെ പറയുന്ന, അത്രയും രൂക്ഷമായി സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവർ വീട്ടിലെത്തിയതെന്ന് മക്കൾ പറയുന്നു. വീട്ടിലെത്തിയതിനു ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ കഴിക്കുന്നില്ല, ക്ഷീണമാണെന്ന് പറഞ്ഞ് കിടക്കാൻ പോയതാണ്. കുറെ നേരം കഴിഞ്ഞും കാണാതായതോടുകൂടി മക്കൾ വാതിൽ തുറന്ന് ചെന്ന് നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടതെന്നാണ് മകൻ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ വിനായക ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്പം രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. സാനിയോ, ഞാൻ ദീപക് മോഹനിലേക്ക് കൂടി പോകുന്നു. ദീപക്, ഇപ്പോൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. നേരത്തെ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ്, അതിനുശേഷം ധനസഹായമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറപ്പ്, നേതാക്കളടക്കം വന്ന് നടത്തിയ ചർച്ചകൾ, അതിനൊക്കെ ശേഷവും ഒരു സഹായം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കടബാധ്യത അങ്ങനെ തന്നെ കോടികളുടെ കടബാധ്യത നിൽക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് NM വിജയൻ സ്വത്തുക്കളടക്കം വിറ്റുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇപ്പോൾ പത്മജിയുടെ ആത്മഹത്യാശ്രമ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഇപ്പോൾ ദീപകിന് കിട്ടുന്ന വിവരങ്ങൾ? സ്മൃതി, നേരത്തെ തന്നെ ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്നു, അത്തരത്തിൽ കുടുംബത്തിന്റെ ബാധ്യത തീർക്കുമെന്നൊക്കെയുള്ള രീതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സഹായം കുടുംബത്തിന് ലഭിച്ചില്ല. മാത്രമല്ല, ഈ NM വിജയന്റെ മകനായ ജിജേഷ് ആശുപത്രിയിൽ ഉള്ള സമയത്ത് ആശുപത്രിയിൽ നിന്ന് ആശുപത്രി ബില്ലടയ്ക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രതികരണം വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഓഡിയോ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രതിരോധത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകിയ KPCCയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഉപസമിതി വരെ ഇവരെ കൈവിട്ട നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, കൽപ്പറ്റ MLA T സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് വരെ നേരത്തെ ഈ NM വിജയന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളെ ആരും ഫോണിൽ വിളിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കാറില്ല എന്നും ഉള്ള പ്രതികരണം നേരത്തെ NM വിജയന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഏതായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ച ഒരാളെന്ന നിലയിൽ NM വിജയന്റെ കുടുംബത്തിനൊപ്പം കോൺഗ്രസ് പാർട്ടി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ തരത്തിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നൊരു അനുകൂലമായ നിലപാടുണ്ടാകുന്നില്ല. ഈ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് പറയുന്നത് വലിയ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യം ഉണ്ട്. മാത്രമല്ല, ഈ നേരത്തെ NM വിജയന്റെ കുടുംബത്തിന് സഹായം നൽകാമെന്ന് പറഞ്ഞ ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. സ്മൃതി.